എന്തായാലും പാറ്റക്കൂട്ടത്തിന്റെ സമരം എന്തിനാണ് എന്നുള്ള ചോദ്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് തന്നെ ഒരു സംഘർഷ ഭൂമിയാക്കാനുള്ള ഒരു ആസൂത്രിത നീക്കമാണ് CJP നടത്തിയത്. ഇതിന് പിന്നിൽ ചില രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ പിന്തുണയും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ആക്രമണം നടക്കുമ്പോൾ ഇപ്പോൾ അവിടെ സമരപ്പന്തൽ പൊളിച്ചു നീക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. നന്ദനിലേക്ക് ഒരിക്കൽ കൂടി നന്ദൻ, ഇതിന് പിന്നിലുള്ള രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ പിന്തുണ അത് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നില്ല. അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിന്റെ റോൾ, അതോടൊപ്പം തന്നെ ആപ്പിന്റെ സഹായം, ഇതെല്ലാം തന്നെ ചോദ്യചിഹ്നമായി ഉയരുകയാണ്. എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് നൽകാൻ കഴിയുന്നവര്? മുഴുവൻ പ്രതിപക്ഷ കക്ഷികളുടെയും യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവർ ഈ സമരത്തിന്റെ ഭാഗമായിത്തീരുന്നുണ്ട്. സ്വാഭാവികമായും CJP എന്ന് പറഞ്ഞ് പുതുതായി ഉയർന്നു വന്ന അല്ലെങ്കിൽ ഈ കഴിഞ്ഞ മഴയത്ത് വിരിഞ്ഞ കുമളയായി നിൽക്കുന്ന CJPക്ക് ഒരു സമരം നടത്തുവാനുള്ള ശേഷി നിലവിലില്ല. അതുകൊണ്ട് തന്നെ മുഴുവൻ ഇത്തരം ഇന്ത്യ സഖ്യത്തിൽ നിന്നുമുള്ള പ്രതിപക്ഷ കക്ഷികളിൽ നിന്നുമുള്ള യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്നുമുള്ള യുവാക്കളാണ് കൂടുതലായും ഈ CJPയുടെ ബാനറിന്റെ മറവിൽ ഇവിടേക്ക് എത്തിയത്. സ്വാഭാവികമായും അവരുടെ ലക്ഷ്യം എന്നുള്ളത് അക്രമം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ അക്രമം സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇവർ കൂടുതലായും കൈക്കൊണ്ട് നിൽക്കുന്നത്. അതേസമയം നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസ് സംയമനം പാലിച്ചുകൊണ്ട് മാത്രമാണ് ഇതൊരു വലിയ അക്രമത്തിലേക്ക് മറ്റും വഴി മാറി പോകാതിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. അത്തരത്തിൽ അക്രമം അഴിച്ചു ഈ വിട്ടവരെ അതേ പാതയിൽ തന്നെ തിരിച്ചടിച്ചാൽ അത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നുള്ളത് പോലീസിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സംയമനം പാലിക്കുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അതേസമയം ഇടയ്ക്ക് കേന്ദ്ര സർക്കാരുമായി ചില ചർച്ചകളുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില പ്രചരണങ്ങൾ പല കോണുകളിൽ നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ അതിനെ പൂർണ്ണമായും നിരാകരിക്കുകയായിരുന്നു. അത്തരത്തിൽ ഇത്തരം രാജ്യത്തെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉയർത്തുന്ന CJP പോലുള്ള ഒരു പ്രസ്ഥാനത്തോട് ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തങ്ങളില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നയം വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ആ നയത്തിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. ചർച്ചകൾക്കൊന്നും തയ്യാറല്ല. ആദ്യം ഇത്തരത്തിലുള്ള സമരം എന്ന പേരിൽ നടത്തുന്ന ഇത്തരം ആഭാസതരങ്ങൾ അവസാനിപ്പിച്ച് രംഗത്തെത്തിയാൽ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളോ മറ്റോ ആകാം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. എന്നാൽ അത്തരം അക്രമങ്ങൾ തടയുവാൻ വേണ്ടി ഒരു തരത്തിലും ഇവർ തയ്യാറാകുന്നില്ല. മറിച്ച് അക്രമത്തിന്റെ പാത തന്നെ ഇവർ പിന്തുടരുന്നു എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ കൂടുതൽ ചർച്ചകൾക്കൊന്നും തയ്യാറാകത്തില്ല എന്നുള്ളതും വിലയിരുത്തേണ്ടതുണ്ട്. ഏതായാലും പ്രതിഷേധം ഇപ്പോഴും ഇവിടെ ജന്തർ മന്ദിറിൽ വലിയ രീതിയിൽ തന്നെയുണ്ട്. വലിയ ഒരു ജനക്കൂട്ടം തന്നെ ഇവിടെയുണ്ട്. ആ ജനക്കൂട്ടം ഇപ്പോൾ, അതായത് രാവിലെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം അത്രയും ഒരു ജനക്കൂട്ടം ഇല്ലെങ്കിൽ തന്നെയും കൂടുതൽ ജനക്കൂട്ടം ഇവിടെ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അക്രമങ്ങൾ നടത്താൻ തന്നെ പദ്ധതിയിട്ടാണ് അവർ രംഗത്തെത്തിയിരിക്കുന്നത്. കല്ലും ഇഷ്ടികയും അതേപോലെ തന്നെ മറ്റ് കമ്പിവടികളും ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. പോലീസിന് നേർക്ക് ഒരു തവണ അവർ ഇത് പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പോലീസ് തിരിച്ച് ലാത്തി വീശുക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിലുള്ള ഒരു ലാത്തി ചാർജിലേക്കൊന്നും പോലീസ് കടന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെ ഇപ്പോൾ കർമ്മനിര ആദ്യം മുമ്പിൽ ഉള്ളത് RAF ആണ്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആണ്. സ്വാഭാവികമായും ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ അതേ രീതിയിൽ തന്നെ ഈ പ്രതിഷേധക്കാരെ നേരിടുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ കൃത്യമായി തന്നെ അവർ സംയമനം പാലിക്കുന്നുണ്ട് തന്നെ വലിയ രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അതേസമയം പ്രതിഷേധക്കാരുടെ ലക്ഷ്യം അത് തന്നെയാണ്, അക്രമം സൃഷ്ടിക്കുക. എങ്കിൽ മാത്രമേ മാധ്യമങ്ങളുടെ ഒരു അറ്റൻഷൻ ഈ മേഖലയിലേക്ക് ഉണ്ടാകത്തുള്ളൂ. നിലവിൽ ഇപ്പോൾ മാധ്യമങ്ങൾ അത്തരത്തിൽ കാര്യമായി ഇത് കൈകാര്യം ചെയ്യുന്നില്ല. ഈ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിൽ അക്രമങ്ങളോ രക്തസാക്ഷികളോ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് അവർ കണക്ക് കൂട്ടുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ ഈ അക്രമത്തിന് പല രീതിയിലൂടെയും ശ്രമിക്കുന്നത് എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരുപക്ഷെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ സമരമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജനക്കൂട്ടമോ അതീവ സുരക്ഷാ മേഖലയായ അല്ലെങ്കിൽ പാർലമെന്റിന്റെ അടുത്തായി നിൽക്കുന്ന ഈ ജന്തർ മന്ദിറിൽ അനുവദിക്കില്ല എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ പോലീസ് കടത്ത നടപടികളിലേക്ക് നീങ്ങുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. തീർച്ചയായും നമുക്ക് ആദർശ് TSലേക്ക് കൂടി പോകാം. ആദർശ്, അതായത് ഒരു അക്രമം സൃഷ്ടിച്ച് അതിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റുക, നേരത്തെ തന്നെ അത്തരത്തിലുള്ള ഒരു ശ്രമം തന്നെയാണ് പലപ്പോഴും ഈ പാറ്റക്കൂട്ടം ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ പൊളിയും പോയി. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു 18ാമത്തെ അടവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാമെന്ന് തോന്നുന്നു അല്ലേ? അതിന് വേണ്ടിയിട്ട് രാജ്യവിരുദ്ധ ശക്തികളുടെ കൂട്ടുപിടിച്ച് പാർലമെന്റിലേക്കൊക്കെ തള്ളിക്കയറാനുള്ള ഒരു ശ്രമം, അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും കൃത്യമായ ഒരു ഉത്തരമില്ല. എന്തായാലും ഇപ്പോൾ ഇതിന് പിന്നിലുള്ള
ശക്തികളെ തിരിച്ചറിയുന്നുണ്ട്. അതിലേക്കൊക്കെ തന്നെ അന്വേഷണം വരും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ അവിടെ സമരപ്പന്തൽ പൊളിച്ചു നീക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ജന്തർ മന്തർ ഒഴിപ്പിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് വാസ്തവം? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദർശ് ഇപ്പോൾ? ഒരു കാര്യമെന്ന് പറയുന്നത് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. ഇതൊരു പോലീസിന്റെ അനുമതി ഇല്ലാത്ത ഒരു സമരമാണ്. കാരണം ജന്തർ മന്തറിൽ തന്നെ സമരം നടത്തുമ്പോൾ അതിന് പോലീസിന്റെ അനുമതി വാങ്ങണം. പ്രത്യേകിച്ച് പാർലമെന്റ് മാർച്ച്, അതും മറ്റ് ചില സംഘടനകൾ, നാഷണൽ കോൺഫറൻസ് അടക്കമുള്ള സംഘടനകൾ ഡൽഹിയിൽ വലിയ പ്രതിഷേധത്തിന് നേരത്തെ ആഹ്വാനം ചെയ്തിരുന്നു. അപ്പോൾ മറ്റു സമരങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ഈ ഒരു സമരത്തിന് മുൻകൂർ അനുമതി തേടിയിട്ടില്ല എന്നുള്ള കാര്യം പോലീസ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് കൃത്യമായിട്ടുള്ള നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുകയും ചെയ്തത്. എന്നാൽ ഈ സമരക്കാരാകട്ടെ അവർ ജന്തർ മന്തറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് പറയുകയും രാജ്യതലസ്ഥാനത്ത് മറ്റ് ചില മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർലമെന്റിനുള്ളിലേക്ക് കടക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നീങ്ങുകയും ചെയ്തതോടുകൂടിയാണ് പോലീസും കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ നിർബന്ധിതരായത്. കാരണം പോലീസ് പലപ്പോഴും ഈ സമരക്കാരോട് സംയമനം പാലിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. കാരണം സമരത്തിൽ വലിയ പോലീസ് അതിക്രമം ഉണ്ടാവുകയും അത് വലിയ വാർത്തയാക്കി മാറ്റുകയും ചെയ്യുക എന്ന ഒരു ലക്ഷ്യം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. പോലീസ് എന്നാൽ അവർ വിധിച്ച വലയിൽ വീഴാതെ പോലീസിന്റേതായ രീതിയിൽ തന്നെ ഈ സമരത്തെ ചെറുത്തു തോൽപ്പിക്കുന്ന തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. കാരണം റാഫി മാർഗിലൂടെ ഈ പ്രസ് ക്ലബ്ബ് റോഡിലേക്ക് എത്തി അവിടെ നിന്ന് പാർലമെന്റിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചവരെ ഒക്കെ കസ്റ്റഡിയിലെടുക്കുന്നതിന് പോലീസിന് കഴിയുകയും ചെയ്തു. മാത്രമല്ല ജനങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടായെങ്കിൽ പോലും കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിക്കുകയും ചെയ്തു. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ആം ആദ്മി പാർട്ടി, ഇടത് പാർട്ടികൾ, ഇടത് വിദ്യാർത്ഥി സംഘടനകൾ ഒക്കെ തന്നെ ഈ സമരത്തിന് പിന്തുണയുമായി അവരുടെ ഈ രാജ്യതലസ്ഥാനത്തേക്ക് പല ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഈ സമരത്തെ അവർ ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയും ഒപ്പം തന്നെ വലിയ അക്രമം അഴിച്ചുവിടുന്നതിനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തിയെങ്കിലും പോലീസ് സ്വീകരിച്ച നടപടികളിലൂടെ ഇതെല്ലാം തകരുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ഈ സമരക്കാർ പിഴിഞ്ഞു പോകുമോ, അതുമല്ലെങ്കിൽ അവരെ പോലീസ് പൂർണ്ണമായും കസ്റ്റഡിയിൽ എടുക്കുമോ എന്നുള്ളതാണ് കാണേണ്ട കാര്യം. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം സർവ്വസന്നാഹങ്ങളുമായി തന്നെയാണ് പോലീസ് നിലയുറപ്പിച്ചിരിക്കുന്നത്. രാഖി, ആദർശം തുടരുക. എന്തായാലും ആദർശം സൂചിപ്പിച്ചതുപോലെ പോലീസ് സ്വീകരിച്ച ഒരു നിലപാട് കൃത്യമായി സംയമനം പാലിച്ചുകൊണ്ട് മാത്രം ഈ സമരത്തെ നേരിടുക എന്നുള്ള ഒരു തന്ത്രം, അവിടെയാണ് പാറ്റാക്കൂട്ടത്തിന്റെ ആ ഒരു തന്ത്രങ്ങൾ പൊളിഞ്ഞു പോയത് എന്നുള്ളതാണ്. അതായത് രാജ്യതലസ്ഥാനത്തെ തന്നെ സംഘർഷ ഭൂമിയാക്കാനുള്ള ഒരു നീക്കം അത് പോലീസ് കൃത്യമായ തന്ത്രങ്ങളിലൂടെ നേരിടുന്നു, സംയമനത്തോടു കൂടി നേരിടുന്നു. ഇതോടുകൂടിയാണ് വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ എത്താതെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതെ ആദർശം സൂചിപ്പിച്ചതുപോലെ ചെറിയ തോതിൽ ജനങ്ങൾക്ക് തീർച്ചയായും ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. പക്ഷേ സംഘർഷങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും നിരോധനം ലംഘിച്ചാണ് പാറ്റാക്കൂട്ടം ഇന്ന് സമരത്തിന് ഇറങ്ങിയത്. ഡൽഹി പോലീസ് ലാത്തി ചാർജ് നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും ഇതിനെല്ലാം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ചില ശക്തികളുണ്ട്. അതിലേക്കാണ് അന്വേഷണം പോകേണ്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി ആദർശ് TS-ലേക്ക്. ആദർശ്, ഈ സമരക്കാർ ഇപ്പോൾ അവിടെ നിന്ന് പിന്മാറാൻ തയ്യാറാണോ, അതോ ഇവരെല്ലാം ഇപ്പോൾ കസ്റ്റഡിയിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക്? രാഗി, സമരക്കാർ ഇനിയും പിരിഞ്ഞു പോയില്ലെങ്കിൽ ഒരു പക്ഷേ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജന്തർ മന്തർ ഒഴികെയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ സമരക്കാർ പിരിഞ്ഞു തുടങ്ങി എന്നാണ്. എന്നാൽ പോലീസ് ആകട്ടെ ഇപ്പോഴും അവിടെ കാര്യമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ ജന്തർ മന്തർ അല്ലാതെ മറ്റു ചില ഭാഗങ്ങളിലൂടെ ഈ പ്രതിഷേധക്കാർ അവർ പാർലമെന്റിനുള്ളിലേക്ക് കടക്കുന്നതിനടക്കമുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പോലീസ് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നതും ഒപ്പം തന്നെ ഈ സമരക്കാർ പൂർണ്ണമായും പിരിഞ്ഞു പോകുന്നത് വരെയും കാത്തിരിക്കുക എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നത്. ജന്തർ മന്തറിലാകട്ടെ സമരക്കാരെ വളഞ്ഞ പോലീസും ദുർഗകർമ്മ സേനയും ഒക്കെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. മറ്റ് പ്രദേശങ്ങളിലും പോലീസ് ഇത്തരത്തിലുള്ള വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഒന്നുകിൽ സമരക്കാർ സ്വയം പിരിഞ്ഞു പോവുക, അതുമല്ലെങ്കിൽ അവരെ നീക്കം ചെയ്യുക എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് പോലീസ് ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ പലവട്ടം പോലീസ് സമരക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരണം അനുമതിയില്ലാത്ത സമരമാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ കർശനമായ നടപടികളിലേക്ക് കടക്കുമെന്നുള്ള മുന്നറിയിപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു.
പോലീസ് ആകട്ടെ കൃത്യമായി തന്നെ ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ വലിയ ഒരു ആക്രമണത്തിലേക്ക് കടക്കുവാൻ അവരെ അനുവദിക്കാതെ പോലീസ് തീർത്തിരിക്കുന്ന ഈ ഒരു സുരക്ഷാ വലയത്തിനുള്ളിൽ തന്നെ ഈ പ്രതിഷേധക്കാർ കുടുങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പ്രതിഷേധക്കാർ സ്വയം ഒഴിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ഇവിടെ നിന്ന് മാറ്റുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ ഒരു ബാനറിൽ എത്തിയിരിക്കുന്ന കോൺഗ്രസിന്റെയും ഇടതുപക്ഷ പാർട്ടികളുടെയും സമാജ്വാദി പാർട്ടിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും ഒക്കെ പ്രവർത്തകർ അവർ അക്രമത്തിലേക്ക് എത്താതിരിക്കുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത്രയും അധികം പ്രവർത്തകരെ എത്തിച്ചുകൊണ്ട് വലിയ ഒരു ആക്രമണം നടത്തുകയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലാത്തിചാർജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വലിയ വാർത്തയാക്കി മാറ്റാം എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു പ്രതിപക്ഷ പാർട്ടികൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി പ്രഖ്യാപിച്ച പാർലമെന്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം തകർന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ സമയം വരെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് കരുതലോടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സമരക്കാർ ഒന്നുകിൽ സ്വയം പിരിഞ്ഞു പോകും അല്ലെങ്കിൽ അവരെ നീക്കം ചെയ്യുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് പോലീസ് ഉറച്ചു നിൽക്കുന്നത്. ആദർശ, അതോടൊപ്പം തന്നെ ഈ അഭിജിത്ത് ദീപ് കെ അടക്കം ഡൽഹി പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം നേരത്തെ തന്നെ നമ്മൾ കേട്ടതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ സമാജ്വാദി പാർട്ടി നേതാവ് ഡിംപിൾ യാദവ് ഉൾപ്പെടെയുള്ള ചില നേതാക്കളും കസ്റ്റഡിയിലാണ് എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. അത് സംബന്ധിച്ച് എന്തെങ്കിലും സ്ഥിരീകരണങ്ങളുണ്ടോ? കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ടോ? ഈ ഡിംപിൾ യാദവിന്റെ നേതൃത്വത്തിൽ സമാജ്വാദി പാർട്ടിയുടെയും മറ്റു ചില പ്രതിപക്ഷ പാർട്ടിയുടെയും എംപിമാർ അവർ പാർലമെന്റിൽ നിന്ന് ജന്തർ മന്ദറിലേക്കാണ് മാർച്ച് നടത്തിയെത്തിയത്. എന്നാൽ ഇവരെ പോലീസ് തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. ചില കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്ന അതുമല്ലെങ്കിൽ വക്താക്കളെന്ന് അവകാശപ്പെടുന്ന ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് അഭിജിത്ത് ദീപ് പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള ഒരു കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഡിംപിൾ യാദവ് ഒക്കെ മാധ്യമങ്ങളോട് നേരത്തെ ഇവർ മാർച്ചായി ജന്തർ മന്ദറിലേക്ക് വന്നപ്പോൾ തന്നെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത്. പ്രത്യേകിച്ച് അവർ പറയുന്നത് രാജ്യത്തെ യുവജനങ്ങൾ തെരുവിലാണ്, അവർ സമരത്തിലാണ്, എന്നാൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നാകട്ടെ യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഡിംപിൾ യാദവ് പറഞ്ഞ കാര്യം. കാരണം കൃത്യമായിട്ട് ഡിംപിൾ യാദവിനെ സംബന്ധിച്ചിടത്തോളം സമാജ്വാദി പാർട്ടി പ്രവർത്തകരെ അവർ ഈ ഡൽഹിയുമായി അതിർത്തി പങ്കിടുന്ന ഉത്തർപ്രദേശിന്റെ മേഖലകളിൽ നിന്നൊക്കെ സമരത്തിന് എത്തിച്ചിരുന്നു. കാരണം സമാജ്വാദി പാർട്ടിക്ക് ഉത്തർപ്രദേശിൽ വലിയ സ്വാധീനമുണ്ട്. അങ്ങനെയുള്ള ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലും സ്വന്തം പേരും കൊടിയും ഉപയോഗിച്ച് സമരം ചെയ്യാതെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബാനറിൽ സമരത്തിനെത്തുമ്പോഴാണ് ഈ സമരത്തിന്റെ പിന്നിലുള്ള ഗൂഢലക്ഷ്യങ്ങളും ഇതിന്റെ പിന്നിലുള്ള ആസൂത്രിത നീക്കവും ഒക്കെ വ്യക്തമാകുന്നത്. ആം ആദ്മി പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും അവരൊക്കെ തന്നെ ഈ രീതിയിലുള്ള ഒരു നിലപാടാണ് ഈ സമരത്തോട് സ്വീകരിക്കുന്നത്. കാരണം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ബാനറിൽ സമരം പ്രഖ്യാപിക്കുന്നു, ആ സമരത്തിലേക്ക് ആളെ അവരെത്തിക്കുന്നു, നേതാക്കൾ പങ്കെടുക്കുന്നു, ആ നേതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തെന്ന് പ്രചരിപ്പിക്കുന്നു. ആ രീതിയിൽ വലിയ അക്രമത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന ഒരു പദ്ധതിയാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സമരങ്ങളെയൊക്കെ എങ്ങനെയാണോ നേരിടേണ്ടത് അതിനേക്കാളൊക്കെ കരുതലോടുകൂടി തന്നെയാണ് ഡൽഹി പോലീസ് ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത്. കാരണം ചില നേതാക്കൾ അവർ ഈ സമരക്കാരെ കാണുന്നതിന് വേണ്ടി പാർലമെന്റിൽ നിന്ന് മാർച്ചായിട്ട് എത്തുന്നു. മറ്റു ചില നേതാക്കളാകട്ടെ സമരക്കാരെ ഈ സമരഭൂമിയിലേക്ക് നയിച്ചുകൊണ്ട് പ്രകടനമായിട്ട് വരുന്നു. ഉദാഹരണത്തിന് മനീഷ് സിസോദിയ അടക്കമുള്ളവർ അത്തരത്തിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ഈ സമരത്തിലേക്ക് നയിച്ചുകൊണ്ട് വന്നവരാണ്. അപ്പോൾ സഞ്ജയ് സിംഗ് അടക്കമുള്ള നേതാക്കളൊക്കെ ഈ രീതിയിൽ വരുമ്പോൾ പോലീസിനെ സംബന്ധിച്ച് നേതാക്കൾ അടക്കമുള്ളവരെ കസ്റ്റഡിയിൽ എടുക്കുക എന്നത് മാത്രമാണ് അവരുടെ മുന്നിലുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഈ അഭിജിത്ത് ദീപ് കസ്റ്റഡിയിൽ എടുത്തു എന്ന പലതരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കോൺഗ്രസ് ജനതാ പാർട്ടിയും ആം ആദ്മി പാർട്ടിയുടെയും ഒക്കെ നേതാക്കൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഒരു വലിയ വിഷയമാക്കി മാറ്റി വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നതാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വ്യാപകമായ പ്രചാരണത്തിന്റെ പിന്നിലുള്ള അജണ്ട. എന്തായാലും പോലീസ് ആകട്ടെ നിലവിൽ വലിയ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ സമരക്കാരെ നേരിടുന്നത്. തീർച്ചയായും ആദർശ, അതായത് ഇന്ന് പാർലമെന്റിന്റെ മൺസൂൺ സമ്മേളനം ആരംഭിക്കുന്ന ദിവസമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മൺസൂൺ സെഷന് മുന്നോടിയായിട്ട് ഇത്തരത്തിൽ ഒരു അക്രമമൊക്കെ അഴിച്ചുവിടുമ്പോൾ അതിന് പിന്നിലുള്ള ചില ബുദ്ധി അത് ചെറുതല്ല. കാര്യങ്ങൾ സംഘർഷഭരിതമാകണം അല്ലെങ്കിൽ അക്രമാസക്തമാകണമെന്ന് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ തന്നെ നടന്ന ഒരു സംഘർഷം എന്ന് തന്നെ വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ. കാരണം അവർ ഇഷ്ടികയും കല്ലും ഒക്കെ എത്തിച്ചിരുന്നു, പോലീസിന് നേരെ അടക്കം ഇതെല്ലാം അവർ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു.
രാഗി അങ്ങനെ തന്നെയാണ്. കാരണം സുപ്രധാനമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ അടക്കമുള്ള ബില്ലുകൾ അവതരിപ്പിക്കുവാൻ ഇരിക്കുന്നു. പാർലമെന്റ് സമ്മേളനത്തിൽ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾക്ക്, രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്ന ചർച്ചകൾക്ക് ഒക്കെ തങ്ങൾ സന്നദ്ധമാണെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന ആദ്യ ദിനത്തിൽ തന്നെ പാർലമെന്റിന് അകത്തും പാർലമെന്റിന് പുറത്തും വലിയ പ്രതിഷേധം ഈ സർക്കാരിനെതിരെ ഉയരുന്നു എന്ന് വരുത്തി തീർക്കുവാനുള്ള ചില ഗൂഢനീക്കങ്ങൾ തന്നെയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിന്റെ മറവിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യം രൂപീകരിച്ചത്. അവർ കൃത്യമായിട്ടുള്ള ആസൂത്രണം ഈ ഒരു വിഷയത്തിൽ നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് സമാജ്വാദി പാർട്ടി ആയാലും ആം ആദ്മി പാർട്ടി ആയാലും കോൺഗ്രസ് ആയാലും ഇടത് പാർട്ടികളായാലും ഒക്കെ കൃത്യമായിട്ട് അവർക്ക് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ബാനറിന്റെ കീഴിൽ നടക്കുന്ന ഈ ഒരു സമരത്തിലേക്ക് അവരുടെ അണികളെ സജ്ജരാക്കി എത്തിക്കുവാനും കഴിഞ്ഞത്. ആം ആദ്മി പാർട്ടിയുടെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ അണികൾ അവർ വലിയ രീതിയിൽ ഈ സമരത്തിന് എത്തി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം കൃത്യമായിട്ട് പറഞ്ഞാൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയ ഈ ജൻസിക്കാർ അങ്ങനെ ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി അവരുടെ ഒരു ഉപകരണമായി മാറുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും സമാജ്വാദി പാർട്ടിയെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം നിലയ്ക്ക് ഒരു സമരം നടത്തുവാനോ ഒരു സമരത്തെ വിജയിപ്പിക്കുവാനോ കഴിവില്ലാത്തവരായി അവർ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇതിന്റെ പേരിൽ തുറന്നു കാട്ടപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. രാഖി ആദർശ്, അതോടൊപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞു ജന്തർ മന്ദറിൽ നിന്നടക്കം ഇവരെ ഒഴിപ്പിക്കുന്നുണ്ട്, ഒപ്പം തന്നെ സമരപ്പന്തൽ പൊളിച്ചു നീക്കുന്നുണ്ട്. പോലീസ് കൃത്യമായ നടപടിയുമായി ഇനി മുന്നോട്ട് പോവുകയാണ്, സംയമനം പാലിച്ചുകൊണ്ട്. കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവരെ അവിടെ നിന്ന് മാറ്റുമ്പോൾ മറ്റൊരു വശത്ത് ഇവർ കൂട്ടം കൂടി കൂടുതൽ കാര്യങ്ങൾ വഷളാക്കാനുള്ള ഒരു ശ്രമം കൂടി ഇല്ലേ? ആ ഒരു സാഹചര്യത്തെ കൂടി മുൻകൂട്ടി കാണേണ്ടതല്ലേ? അപ്പോൾ പോലീസ് എത്രത്തോളം ജാഗ്രത പുലർത്തുന്നുണ്ട് ഈ വിഷയത്തിൽ? രാഗി, പോലീസ് ഈ നീക്കങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് സെൻട്രൽ ഡൽഹിയിൽ കർഫ്യൂ പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തുകയും ചെയ്തത്. കാരണം ജന്തർ മന്ദറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി പറയുകയും അവർ പ്രവർത്തകരോട് മറ്റ് ചില കേന്ദ്രങ്ങളിൽ എത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തതോടുകൂടി പോലീസിന് ഇതിന് പിന്നിലുള്ള ആസൂത്രണം സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരം ലഭിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ജന്തർ മന്ദറിലും പാർലമെന്റ് സ്ട്രീറ്റിലും മാത്രമല്ലാതെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയത്. കാരണം ഇവർ എവിടെയാണ് സമരം ചെയ്യുന്നതെന്നോ ഈ സമരത്തിന് മുൻകൂർ അനുമതിയോ ഒന്നും തേടിയിരുന്നില്ല. എന്നാൽ കൃത്യമായിട്ട് അവർ ഈ കോൺഗ്രസിനെയും ആം ആദ്മി പാർട്ടിയെയും സമാജ്വാദി പാർട്ടിയെയും ഇടത് വിദ്യാർത്ഥി സംഘടനകളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ പാർലമെന്റ് മാർച്ചിനായിട്ട് ആളുകളെ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസും ഇത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത്. അത് ജന്തർ മന്ദറിലോ പാർലമെന്റ് സ്ട്രീറ്റിലോ മാത്രമല്ല, അത് റെയ്സീന റോഡിലും റാഫി മാർഗിലും ഒക്കെ തന്നെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് പോലീസിന് കഴിയുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് വലിയ ഒരു അക്രമത്തിലേക്ക് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പേരിൽ നടന്ന ഈ ഒരു പ്രതിഷേധം എത്താതിരുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും ജാഗ്രത തുടരുകയാണ്. ഒന്നുകിൽ സമരക്കാർ സ്വയം പിരിഞ്ഞു പോകണം, അതുമല്ലെങ്കിൽ അവരെ കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യും എന്നുള്ളതാണ് പോലീസ് നൽകുന്ന മുന്നറിയിപ്പ്. രാഖി, തീർച്ചയായും എന്തായാലും രാജ്യതലസ്ഥാനത്ത് കനത്ത ആക്രമണമാണ് ഇന്ന് CJP അഴിച്ചുവിട്ടിരിക്കുന്നത്. ബാരിക്കേഡ് മറികടന്ന് പാർലമെന്റിലേക്ക് തള്ളിക്കയറാനായിരുന്നു നീക്കം. പോലീസിനെതിരെ കല്ലും ഇഷ്ടികയും വലിച്ചെറിഞ്ഞ് ആക്രമണം നടത്തുകയായിരുന്നു. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.